ശ്രീസുന്ദരീ സേവനതത്പരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥയേവ. ആദിപരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയായ ലളിതാംബിക പരമേശ്വരിയെ സേവിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും കരസ്ഥം തന്നെയാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവും ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് നേടാനുള്ള സാഹചര്യങ്ങളും അമ്മ സ്വാഭാവികമായി തന്നെ നൽകി അനുഗ്രഹിക്കുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീവിദ്യാമന്ത്രത്തിൽ 15 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. അതിൽ 13ാമത്തെ അക്ഷരമായ കായിൽ ആരംഭിക്കുന്ന 20 നാമമന്ത്രപുഷ്പങ്ങളാണ് ഈ അധ്യായത്തിൽ. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 241ാമത്തെ നാമം മുതൽ 260 വരെയുള്ള മന്ത്രങ്ങളാണ് ഇവ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം കകാരിണ്യൈ നമഃ. ഓം കാവ്യലോലായൈ നമഃ. ഓം കാമേശ്വരമനോഹരായൈ നമഃ. ഓം കാമേശ്വരപ്രാണനാഢ്യൈ നമഃ. ഓം കാമേശോത്സംഗവാസിന്യൈ നമഃ. ഓം കാമേശ്വരാലിംഗിതാംഗ്യൈ നമഃ. ഓം കാമേശ്വരസുഖപ്രദായൈ നമഃ. ഓം കാമേശ്വരപ്രണയിന്യൈ നമഃ. ഓം കാമേശ്വരവിലാസിന്യൈ നമഃ. ഓം കാമേശ്വരതപസ്സിദ്ധ്യൈ നമഃ. ഓം കാമേശ്വരമനഃപ്രിയായൈ നമഃ. ഓം കാമേശ്വരപ്രാണനാഥായൈ നമഃ. ഓം കാമേശ്വരവിമോഹിന്യൈ നമഃ. ഓം കാമേശ്വരബ്രഹ്മവിദ്യായൈ നമഃ. ഓം കാമേശ്വരഗൃഹേശ്വർयै നമഃ. ഓം കാമേശ്വരാഹ്ലാദകര്यै നമഃ. ഓം കാമേശ്വരമഹേശ്വർयै നമഃ. ഓം കാമേശ്വർयै നമഃ. ഓം കാമകോടിനിലയായൈ നമഃ. ഓം കാംക്ഷിതാർത്ഥദായൈ നമഃ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. കകാരിണി എന്നതാണ് ആദ്യത്തെ നാമം. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 241ാമത്തെ മന്ത്രമാണ്. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 13ാമത്തെ അക്ഷരവും ആ മന്ത്രത്തിൻ്റെ ശക്തികൂടത്തിലെ 2ാമത്തെ അക്ഷരവുമായിട്ടുള്ള ക എന്ന അക്ഷരം സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഓം കകാരിണ്യൈ നമഃ. അടുത്ത നാമമന്ത്രം നോക്കാം. 242ാമത്തെ ലളിതാ ത്രിശതിയിലെ നാമമാണ് കാവ്യലോല എന്നത്. ക എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 2ാമത്തെ നാമം. കാവ്യത്തിൽ ലോലയായവൾ, സാമാന്യമായ അർത്ഥമാണ് ഇത്. രസാത്മകമായിട്ടുള്ള വാക്യമാണ് കാവ്യം. രമണീയാർത്ഥപ്രതിപാദകവും അനുവാചകരെ നല്ലതുപോലെ രസിപ്പിക്കുന്നതും അനുവാചകർക്ക് അറിവ് നൽകുന്നതുമായ കാവ്യത്തിന് മാധുര്യം, ഓജസ്, പ്രസാദം എന്നീ ഗുണങ്ങളാണ് ഉണ്ടാവുക. ഇപ്രകാരം നല്ല രചന നടത്തുന്നവരാണ് കവികൾ. ലോല എന്നതിന് രസിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. കാവ്യത്തിൽ രസിച്ച് മതിക്കുന്നവളായിട്ട് അമ്മയെ ഈ നാമം അവതരിപ്പിച്ചിരിക്കുന്നു.
കാവ്യാലാപവിനോദിനി എന്ന നാമം കൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നത്. ഭാഷണശക്തിയുള്ള എല്ലാവരും വാക്യരചന നടത്താറുണ്ട്. ആശയവിനിമയം എന്ന ഭാഷയുടെ ധർമ്മം അപ്രകാരം നിറവേറ്റപ്പെടുന്നുണ്ട്. വാക്യങ്ങൾ രസമുള്ളതും സൗന്ദര്യമുള്ള അർത്ഥങ്ങളും വാചകങ്ങളുമൊക്കെയായിട്ട് തീരുന്നത് അതിൽ പ്രസാദവും മാധുര്യവും ഓജസ്സുമായിട്ട് അമ്മയുടെ കാരുണ്യം പ്രവേശിക്കുമ്പോഴാണ്. വാൽമീകിയുടെയും വേദവ്യാസൻ്റെയും കാളിദാസൻ മുതലായവരുടെയൊക്കെ രചനകളിൽ ദേശത്തിനും കാലത്തിനും അതീതമായിട്ട് സഹൃദയരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സൗന്ദര്യം ത്രിപുരസുന്ദരീ ദേവി തന്നെയാണ്. വാക്കുകളിലൂടെ രസാത്മകമായി തന്നെ ആവിഷ്കരിക്കുന്ന രചനകളിൽ അമ്മ ആമഗ്നയായിത്തീരും. അമ്മ ലയിച്ചു ചേരും. ആ കാവ്യഭംഗിയിൽ അമ്മ ഉന്മത്തയായിത്തീരുന്നു. സഹൃദയൻ്റെ ഹൃദയത്തിൽ കാവ്യ ആസ്വാദന ശക്തിയായിട്ട് വർത്തിക്കുന്നതും അമ്മ തന്നെയാണ്. അമ്മയെ സ്തുതിക്കുന്ന കൃതികളിൽ സന്തോഷിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും സംഗീതാത്മകമായി ആലപിക്കുന്നതും അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഓം കാവ്യലോലായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് കാമേശ്വര മനോഹരി എന്നത്. കാമേശ്വരനായിട്ടുള്ള മഹാദേവൻ്റെ മനസ്സിനെ അപഹരിച്ചവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീ പരമേശ്വരൻ്റെ മനസ്സിനെ അപഹരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ആയിത്തീരുകയും ചെയ്തു. ആഗ്രഹങ്ങളെയും കാമദേവനെയും അടക്കിയതുകൊണ്ടാണ് മഹാദേവന് കാമേശ്വരൻ എന്ന പേരുണ്ടായത്. എല്ലാ കാമങ്ങളെയും കീഴടക്കി തപസ്സിൽ നിമഗ്നനായിരുന്ന മഹാദേവൻ്റെ തപസ്സിളക്കുന്നതിന് ശ്രമിച്ച കാമദേവൻ ഭഗവാന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയി. ഇങ്ങനെ കാമങ്ങൾക്കും കാമനും ഈശ്വരനായിട്ടുള്ള ശ്രീ മഹാദേവനെ അനായാസമായിട്ട് അപഹരിച്ചു എന്നു മാത്രമല്ല, അത്തരമുള്ള കാമദേവനെ ദഹിപ്പിച്ച ആ ദേവനെ കൊണ്ട് കാമദേവന് പുനർജന്മവും പൂർവാധികം ശക്തി നൽകുവാനും അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ നാമം കാമേശ്വര മനോഹരി എന്നത് അന്വർത്ഥമാകുന്നത്. ഓം കാമേശ്വര മനോഹരായൈ നമഃ. അടുത്ത നാമമാണ് കാമേശ്വര പ്രാണനാഠി. കാമേശ്വരൻ്റെ പ്രാണനാഠിയായിട്ട് വർത്തിക്കുന്നവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. കാമേശ്വരൻ എന്നത് ശ്രീ മഹാദേവൻ്റെ പര്യായ പദമാണ്. കാമനെ ജയിച്ചവനായതുകൊണ്ടും ആഗ്രഹങ്ങളുടെ അതായത് കാമങ്ങളുടെ ഈശ്വരനായതുകൊണ്ടും കാമകോടികൾക്ക് തുല്യം സുന്ദരമായിട്ടുള്ള ശരീരമുള്ളവനായതുകൊണ്ടും ഭക്തകോടികളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന കാരുണ്യ സ്വരൂപനായതുകൊണ്ടും ഭഗവാൻ കാമേശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രാണനാഠിയാണ് അമ്മ. ശരീരത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന 72,000 നാഡികളിലൂടെയാണ് ജീവചൈതന്യം പ്രവർത്തിക്കുന്നത്. ആ നാഡികളുടെ കേന്ദ്രം നട്ടെല്ലിൻ്റെ ഉള്ളിലെ സുഷുമ്ന നാഡിയാണ്. മൂലാധാരത്തെ സഹസ്രാര ചക്രവുമായിട്ട് ബന്ധിക്കുന്ന കുണ്ഡലിനി മാർഗവും സുഷുമ്ന തന്നെയാണ്. അതുകൊണ്ട് സുഷുമ്നയെ പ്രാണനാഡി എന്ന് വിളിക്കാൻ. കാമേശ്വരനെ ശരീരമായിട്ട് കണക്കാക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ചൈതന്യം അമ്മയാകുന്നു. ശിവശക്തിയുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. സൗന്ദര്യലഹരിയിൽ ശ്രീ ശങ്കര ഭഗവത്പാദർ ഇക്കാര്യം ഇപ്രകാരമാണ് വ്യക്തമാക്കുന്നത്. ശിവനും ശിവയ്ക്കും തമ്മിൽ ബന്ധം അഭേദ്യമാണ്. ഒന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റേതുള്ളൂ, ഒന്നില്ലെങ്കിൽ മറ്റേതില്ല. കാമേശ്വരനും കാമേശ്വരിയും രണ്ടല്ല. എന്നാലും അവർ തങ്ങളിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്താക്കന്മാരായിട്ടും ചൈതന്യവും ജഡവും തമ്മിലുള്ള ബന്ധമായിട്ടും മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിനു വേണ്ടി പറയുന്നു. വിരഞ്ജി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രേ മാഹേന്ദ്രേ വിതതിരപി സമ്മീരിതദൃശ.
മഹാസംസാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ബ്രഹ്മാവ് മരണമടയുന്നു, വിഷ്ണുവും നശിക്കും, അന്തകന് നശിക്കും, കുബേരനും കാലം കൊണ്ട് ഇല്ലാതെയാകും. വിവിധ മന്വന്തരങ്ങളിലെ ഇന്ദ്രാദി ദേവകളും നാശമടയുന്നതാണ്. ഇങ്ങനെയുള്ള പ്രളയകാലത്തും അമ്മയുടെ ഭർത്താവായ ശ്രീ പരമേശ്വരൻ മാത്രം ക്രീഡിച്ചുകൊണ്ട് വിഹരിക്കുന്നു. മഹാദേവന് നാശമില്ലാത്തത് നിത്യയായിട്ടുള്ള അമ്മയുടെ അതിശയകരമായ മഹിമ കൊണ്ടാണ്. ഈ നാമമന്ത്രം ലളിതാ സഹസ്രനാമത്തിലും ഉണ്ട്. ഓം കാമേശ്വര പ്രാണനാഢ്യേ നമ. അടുത്ത നാമമന്ത്രമാണ് കാമേശോത്സംഗവാസിനി എന്നത്. കാമേശൻ്റെ ഉത്സംഗത്തിൽ വസിക്കുന്നവൾ. കാമേശൻ ശ്രീ പരമേശ്വരൻ്റെ പര്യായപദമാണ്. ഏറ്റവും കമനീയമായ രൂപം ഉള്ളവൻ എന്നാണ് അർത്ഥം. ഇഷ്ടമുള്ള ഏതു രൂപവും ധരിക്കാൻ കഴിവുള്ളവനാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച മഹായോഗി, കാമനയെ നശിപ്പിച്ചവൻ എന്നിങ്ങനെ പല രീതിയിൽ കാമേശ ശബ്ദത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാമശബ്ദത്തിന് പ്രജ്ഞാനം എന്നും അർത്ഥം ഉള്ളതുകൊണ്ട് കാമേശ്വരൻ സമസ്ത ജ്ഞാനത്തിനും ഈശ്വരനാകുന്നു. ജഗത്തിനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനായതുകൊണ്ട് സൃഷ്ടികർത്താവായ ശിവന് കാമേശ്വരൻ എന്ന് പേരുണ്ടായി എന്ന് ഒരു പക്ഷമുണ്ട്. കാമേശ്വരൻ്റെ മടിത്തട്ടിൽ വസിക്കുന്നവളാണ് ലളിതാ പരമേശ്വരി. ഉത്സംഗം എന്നതിന് മടിത്തട്ട്, തുട എന്നിങ്ങനെ അർത്ഥമുണ്ട്. ഒരിക്കലും പിരിയാതെ ശിവൻ്റെ മടിത്തട്ടിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. ഉത്സംഗം എന്നതിന് ചേർച്ച എന്ന വേറെ ഒരു അർത്ഥവുമുണ്ട്. അങ്ങനെ നോക്കിയാലും ശിവശക്തികളുടെ ശാശ്വതമായ ഐക്യഭാവം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശിവകാമേശ്വരാംഗസ്ഥ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകളും സ്തുതിക്കുന്നു. കാമേശ്വരാംഗസ്ഥ സദാ നിവാസേ കാലാത്മികേ കന്ദലിതാനുകമ്പേ കൽപ്പാവസാനോദ്ധിതകാളിരൂപേ കാമപ്രദേ കൽപ്പലതേ നമസ്തേ. ലളിതോപാഖ്യാനത്തിൽ ഭഗവതിയെ ഇപ്രകാരം സ്തുതിക്കുന്നു. ഓം കാമേശോത്സംഗവാസിന്യൈ നമഃ. അടുത്ത നാമമാണ് കാമേശ്വരാലിംഗിതാംഗി. കാമേശ്വരനാൽ ആലിംഗനം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ദൃഢമായിട്ട് കെട്ടിപ്പിടിച്ചിട്ടുള്ള തഴുകലാണ് ആലിംഗനം. ഇത് സുരതകർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാമസൂത്രത്തിൽ പറയുന്നുണ്ട്. കാമം കൊണ്ട് പ്രേരിതമായിട്ടുള്ള ശാരീരിക ചേഷ്ടയ്ക്ക് വശപ്പെട്ടു പോകുന്നത് കാമേശ്വരനാണ്. കാമനെ ഒറ്റ നോട്ടം കൊണ്ട് ചുട്ടുചാമ്പലാക്കിയവനും ആഗ്രഹങ്ങൾക്ക് ഈശ്വരനുമായിട്ടുള്ള യോഗീശ്വരൻ ത്രിപുരസുന്ദരീ ദേവിയുടെ ആകർഷണത്തിൽ നിന്നും ഒരിക്കലും മുക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ ശരീരത്തിൽ പകുതി ഭാഗവും അമ്മയ്ക്ക് കൊടുത്ത് അർദ്ധനാരീശ്വരനായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഓം കാമേശ്വരാലിംഗിതാംഗേ നമഃ. കാമേശ്വര സുഖപ്രദ. കാമേശ്വരന് സുഖം നൽകുന്നവൾ എന്ന് അർത്ഥം. അടുത്ത നാമമന്ത്രമാണ്. ഭഗവാൻ കാമേശ്വരനായതുകൊണ്ട് തന്നെ സുഖത്തിനും ദുഃഖത്തിനും അതീതനുമാണ്. അപ്രകാരമുള്ള ഭഗവാന് സുഖം നൽകുന്നവളായി അമ്മയെ ഈ നാമത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുണങ്ങൾക്കതീതമായിട്ടുള്ള ബ്രഹ്മം ഗുണങ്ങളോട് ചേരുമ്പോൾ ത്രിമൂർത്തികളായിട്ട് രൂപം കൊള്ളുന്നു. തമോ ഗുണപ്രധാനമായ രുദ്രരൂപം സ്വീകരിക്കുന്ന ശ്രീ മഹാദേവൻ സുഖത്തിനും ദുഃഖത്തിനും വിധേയനായിട്ട് സ്വയം ധരിച്ചു വശായിരിക്കുന്നു. ആ ധാരണയ്ക്ക് കാരണമാകുന്ന മഹാമായ അമ്മയായതുകൊണ്ട് കാമേശ്വര സുഖപ്രദ എന്ന് നാമം. തൻ്റെ ഭക്തന്മാരെ ശിവപദത്തിലേക്ക് ഉയർത്തി ആനന്ദസ്വരൂപമായിട്ടുള്ള ശിവസായുജ്യം നൽകുന്നവൾ എന്നും കാമേശ്വരപ്രാപ്തി എന്ന ആത്യന്തിക സുഖം തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നവൾ എന്നും അർത്ഥം. ഓം കാമേശ്വര സുഖപ്രദായൈ നമഃ. കാമേശ്വര പ്രണയിനി. കാമേശ്വരൻ്റെ പ്രണയിനിയായവൾ. പ്രണയിനി എന്ന പദത്തിന് സ്നേഹിക്കുന്നവൾ, സഖി, ഭാര്യ എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഈ മൂന്ന് അർത്ഥങ്ങളും ഇവിടെ യോജിക്കുന്നതുമാണ്. പ്രകർഷേണ നയിക്കുന്നവൾ പ്രണയിനി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ഈ പക്ഷത്തിൽ സൃഷ്ടി, സ്ഥിതി, ലയം
തിരോധാനം, അനുഗ്രഹം. ഇപ്രകാരമുള്ള 5 കർമ്മങ്ങൾക്ക് ഭഗവാനെ പ്രേരിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അമ്മയുടെ ഭക്തന്മാരുടെ നേർക്ക് കാമേശ്വരനെ നയിക്കുന്ന കാരുണ്യമൂർത്തി എന്നും അർത്ഥമുണ്ട്. മനുഷ്യൻ അജ്ഞാനം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാപങ്ങൾ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കും. അമ്മയുടെ കാരുണ്യം കൊണ്ട് പാപങ്ങൾ നശിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിന് അർഹതയുണ്ടാവുകയും ചെയ്യും. അപ്രകാരമുള്ള ഭക്തരെ ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അമ്മയാണ്. അപ്രകാരമുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം കാമേശ്വര പ്രണയിന്യൈ നമ. അടുത്ത നാമമന്ത്രമാണ് കാമേശ്വര വിലാസിനി. കാമേശ്വരൻ്റെ വിലാസിനിയായിട്ട് വർത്തിക്കുന്നവൾ. വിലാസിനി എന്ന പദത്തിന് ഭാര്യ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ ശിവന്റെ പത്നി. വിലാസ ശബ്ദത്തിന് പ്രകാശം, ശോഭ, ലീല, ചൈതന്യം എന്നിങ്ങനെയും വിവിധങ്ങളായ അർത്ഥങ്ങൾ കാണുന്നു. കാമേശ്വരനായ ഭഗവാന്റെ വിഭൂതികൾ രൂപം പൂണ്ടവൾ എന്ന് ഇപ്രകാരം നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതാണ്. സൃഷ്ടി, സ്ഥിതി ആദികളായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ അമ്മയുടെ രൂപമാണ് എന്ന് ആശയം. അരൂപനും ഗുണങ്ങൾക്ക് അതീതനുമായിട്ടുള്ള ഭഗവാൻ ആർക്കും കാണാൻ കഴിയാത്തവനാണ്. അമ്മയുടെ ഭക്തന് ബാഹ്യകരണങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഭഗവാന്റെ വിലാസങ്ങൾ അമ്മയായതുകൊണ്ട് അമ്മയിലൂടെ ഭഗവത് പ്രാപ്തി അനായാസം ലഭിക്കുന്നതാണ്. ഓം കാമേശ്വര വിലാസിന്യൈ നമ. കാമേശ്വര തപസ്സിദ്ധി അടുത്ത നാമമന്ത്രമാണ്. കാമേശ്വരൻ്റെ, അതായത് ശ്രീ മഹാദേവൻ്റെ തപസ്സിൻ്റെ സിദ്ധിയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം. സകല ലോകങ്ങൾക്കും പിതാവും സർവേശ്വരനും സർവജ്ഞനും യോഗീശ്വരന്മാർക്ക് ഈശ്വരനും കാമേശ്വരനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തപസ് ചെയ്യുന്നു. എന്തു നേടാൻ, എന്തറിയാൻ? ഉത്തരമൊന്നേയുള്ളൂ: അമ്മയെ നേടാൻ, അമ്മയെ അറിയാൻ, അമ്മയെ സാക്ഷാത്കരിക്കാൻ. അതുപോലെ ലോകമാതാവായ ശ്രീ പാർവതിയും തപസ് ചെയ്യുന്നു. എന്തിന്? കാമേശ്വരനെ നേടാൻ, ശ്രീ പരമേശ്വരനെ അറിയാൻ. അവർ പരസ്പരം അറിയുന്നതിനായി തപസ് ചെയ്യുന്നു. അതുകൊണ്ട് കലാഭ്യാം ചൂഢാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം എന്ന് ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യർ സ്തുതിക്കുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ ദാമ്പത്യത്തിൻ്റെ മാതൃകയാണ് ലോകപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ. കാമേശ്വരൻ്റെ തപസ്സിൻ്റെ സിദ്ധിയാണ് കാമേശ്വരി. കാമേശ്വരിയുടെ തപസ്സിന് സിദ്ധിയാണ് കാമേശ്വരൻ. അവരിൽ നിന്നുണ്ടാകുന്ന പ്രേമത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നതാണ് പ്രപഞ്ചം. കാമേശ്വരൻ സൃഷ്ടി, സ്ഥിതി, ലയ, തിരോധാന, അനുഗ്രഹ രൂപമായിട്ടുള്ള തൻ്റെ പ്രവൃത്തിക്ക് വേണ്ട ശക്തി നേടുന്നതിന് പരാശക്തിയെ ഉദ്ദേശിച്ച് തപസ്സു ചെയ്തു. അതിൽ നിന്നും നേടിയ സിദ്ധിയാണ് ശക്തി. ശിവനും ശക്തിയും ഉണ്ടായപ്പോൾ ശിവൻ പ്രപഞ്ചരൂപത്തിൽ ഉദ്ഭവിച്ചു എന്ന് ആഗമങ്ങൾ പറയുന്നു. കാമേശ്വരനെ ഉദ്ദേശിച്ച് തപസ് ചെയ്യുന്ന യോഗികൾക്ക് ലഭിക്കുന്ന സിദ്ധിയാണ് ദേവിയുടെ കാരുണ്യമെന്നും ശിവഭക്തന്മാരുടെ തപസ്സിന് സിദ്ധി നൽകുന്നവളാണ് ദേവി എന്ന് മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട്. ഓം കാമേശ്വര തപസ്സിദ്ധ്യൈ നമ. കാമേശ്വര മനപ്രിയ എന്നതാണ് അടുത്ത നാമമന്ത്രം. കാമേശ്വരൻ്റെ മനസ്സിന് പ്രിയപ്പെട്ടവൾ. ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള അനുഭൂതികളെ സ്വീകരിക്കുന്നതാണ് മനസ്സ്. മനസ്സിൻ്റെ പ്രേരണയനുസരിച്ചാണ് മനുഷ്യൻ്റെ ഇഷ്ടവും അനിഷ്ടവുമെല്ലാം രൂപപ്പെടുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് മനസ്സിലാണ്. കാമേശ്വരൻ കാമങ്ങളെ കീഴടക്കിയ യോഗീശ്വരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ദേവിയിൽ, അമ്മയിൽ ആസക്തമായിരിക്കുന്നു. ഒരിക്കലും പിരിയാത്ത ഭാര്യ ഭർത്താക്കന്മാരായി അവർ ഇരുവരും വിരാജിക്കുകയും ചെയ്യുന്നു. കാമേശ്വരനെ പോലും കീഴടക്കിയ മഹാമായയായിട്ട്, കാമേശ്വരനെ ആകർഷിക്കുന്ന ത്രിപുരസുന്ദരീ ദേവിയായിട്ടും ഈ നാമം ദേവിയെ വാഴ്ത്തുന്നു. ഓം കാമേശ്വര മനപ്രിയായൈ നമ. അടുത്ത നാമമന്ത്രമാണ് കാമേശ്വര പ്രാണനാഥ. കാമേശ്വരൻ്റെ പ്രാണനാഥയായിട്ടുള്ളവൾ. പ്രാണനാഥ എന്ന പദം ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏതൊരുവളെ പിരിഞ്ഞാൽ പ്രാണൻ നഷ്ടമാകുമോ അവൾ പ്രാണനാഥ.
കാമേശ്വരൻ്റെ പ്രാണങ്ങൾക്ക് നാഥയായിട്ടുള്ളവൾ എന്നും അർത്ഥം. കാമേശ്വരൻ്റെ പ്രാണൻ ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനെ സംരക്ഷിക്കുന്നത് അമ്മ. അങ്ങനെ നോക്കുമ്പോൾ കാമേശ്വര പ്രാണനാഥയായിട്ടുള്ളത് അമ്മയാണ്. ശങ്കര ഭാഷ്യമാണ് ഇത്. പ്രപഞ്ചമാകെ കാമേശ്വരൻ്റെ രൂപമായതുകൊണ്ട് എല്ലാ ജീവാത്മാക്കളും മഹാദേവൻ്റെ പ്രാണങ്ങളാണ് എന്നും അവയെല്ലാം പാലിക്കുന്ന അമ്മ കാമേശ്വര പ്രാണനാഥയാണെന്നും വേറെ ഒരു വ്യാഖ്യാനവും ഉണ്ട്. ഓം കാമേശ്വര പ്രാണനാഥായൈ നമഃ. കാമേശ്വര വിമോഹിനി അടുത്ത നാമമന്ത്രമാണ്. കാമേശ്വരനെ മോഹിപ്പിക്കുന്നവൾ എന്നും കാമേശ്വരനാൽ മോഹിപ്പിക്കപ്പെട്ടവൾ എന്നും രണ്ടു തരത്തിലാണ് അർത്ഥം വരുന്നത്. ഏകമാണ്, അഭിന്നമാണ്. അത്തരത്തിലുള്ള ബ്രഹ്മചൈതന്യം തന്നെയാണ് ശ്രീ മഹാദേവനും മഹാദേവിയും. ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ബ്രഹ്മം ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മഹാദേവനും മഹാദേവിയുമായി പരസ്പരം മോഹിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തൽക്കാലത്തേക്കാണെങ്കിലും മറന്നു പോവുകയും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത് മായയുടെ പ്രവർത്തനം കൊണ്ടാണ്. ആ മഹാമായ തന്നെയാണ് പരാശക്തിയായ ലളിതാംബികാ പരമേശ്വരി. ശക്തിയോടുകൂടി ചേർന്ന് ശിവൻ പ്രപഞ്ചമായിട്ടാണ് മാറിയിരിക്കുന്നത്. സ്ഥാണവും നിർവികാരനും ഗുണങ്ങൾക്കെല്ലാം അതീതനുമായിരിക്കെ തന്നെ അനന്തമായിട്ടുള്ള ചലനങ്ങൾക്കെല്ലാം വിധേയമായി കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളായി കോടിക്കണക്കിന് ജീവികളായി ഗുണവൈവിധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഈ ലീലാവ്യാപാരത്തിന് ഭഗവാനെ പ്രേരിപ്പിക്കുന്ന മഹാശക്തി അമ്മയായതുകൊണ്ടും കാമേശ്വര വിമോഹിനി എന്ന നാമം അന്വർത്ഥമാകുന്നു. ശിവനെപ്പറ്റി ഈ പറഞ്ഞതൊക്കെ അമ്മയെക്കുറിച്ചും പറയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മോഹിപ്പിക്കുന്നത് ശിവനും മോഹിക്കുന്നത് അമ്മയും ആണ് എന്ന് പറയേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ മോഹിക്കുന്നത് ശിവനോ ശിവയോ ഒന്നുമല്ല, ഒന്നായിട്ടുള്ള പരബ്രഹ്മ ചൈതന്യത്തെ ഭഗവാനും ഭഗവതിയുമായിട്ട് കൽപ്പിക്കുന്ന ഭക്തജനങ്ങൾ തന്നെയാണ്. കാമേശ്വരൻ്റെ വിമോഹിനിയായ ചൈതന്യം ലീലയായി സത്യത്തെ നമ്മളിൽ നിന്നും മറച്ചു കളയുന്നു എന്ന് അർത്ഥം. ഓം കാമേശ്വര വിമോഹിന്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് കാമേശ്വര ബ്രഹ്മവിദ്യ. ശിവജ്ഞാന സ്വരൂപിണി എന്ന് പറയാം. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും ലക്ഷ്യമാക്കുന്നത് പരബ്രഹ്മജ്ഞാനം തന്നെയാണ്. ജിജ്ഞാസുവിൻ്റെ യോഗ്യതയനുസരിച്ച് പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ആ അറിവ് നിരന്തരമായിട്ടുള്ള ഏഷണാവ്യാപാരത്തിലൂടെ അനുഭൂതമാകാം. താൻ ചരവും അചരവുമായിട്ടുള്ള ഒന്നിൽ നിന്നും ഭിന്നനല്ല എന്ന തത്വാനുഭൂതിയാണ് ബ്രഹ്മജ്ഞാനം. അതിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ പലതാണ്. അവയെ മൊത്തത്തിൽ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. തന്നിൽ നിന്നും അഭിന്നനാണ് ശിവൻ എന്ന അനുഭവത്തിലേക്ക് നയിക്കുന്ന തത്വമസി എന്ന് പറയപ്പെടുന്ന ബ്രഹ്മവിദ്യാരൂപിണിയായിട്ട് ലളിതാംബികാ പരമേശ്വരിയെ ഈ നാമം അവതരിപ്പിക്കുന്നു. ഓം കാമേശ്വര ബ്രഹ്മവിദ്യായൈ നമഃ. കാമേശ്വര ഗ്രഹേശ്വരി എന്നതാണ് അടുത്ത നാമം. കാമേശ്വരൻ്റെ ഗ്രഹത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ എന്ന് സാമാന്യമായ അർത്ഥം. കാമേശ്വരനെ ഒരു ഗ്രഹത്തിൻ്റെ നാഥനായിട്ട് സങ്കല്പിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വീട്ടമ്മയായിട്ട് ആ വീട് ഭരിക്കുന്നവളായിട്ട് അമ്മയെ ഇവിടെ സങ്കല്പിക്കുന്നു. പശുപതിയായ ഭഗവാന്റെ ഗ്രഹം ചരാചരാത്മകമായ പ്രപഞ്ചമാണ്. ചരാചര ജനനിയായിട്ടുള്ള ലളിതാംബികാ പരമേശ്വരി ദേവി പ്രപഞ്ചമാകുന്ന വീടിൻ്റെ ഈശ്വരിയുമാണ്. സന്താനങ്ങളെ വാത്സല്യത്തോടും കാരുണ്യത്തോടും രക്ഷിക്കുകയും അഭ്യസിപ്പിക്കുകയും നേർവഴിക്ക് നയിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന കരുണാമയിയായിട്ടുള്ള മാതാവ് അമ്മ. ഗ്രഹിക്കപ്പെടുന്നത് ഗ്രഹം എന്ന നിർവചനത്തിൽ നോക്കിയാൽ ജ്ഞാനം എന്ന് അർത്ഥം കൽപ്പിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ശിവജ്ഞാനത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ, മംഗളകരമായിട്ടുള്ള എല്ലാ അറിവിനും സ്രോതസ്സായിട്ടുള്ളവൾ എന്ന് വ്യാഖ്യാനം. ഓം കാമേശ്വര ഗ്രഹേശ്വര്യൈ നമഃ. കാമേശ്വരാഹ്ലാദകരി, കാമേശ്വരന് ആഹ്ലാദം നൽകുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. തൃപ്തിയിൽ നിന്നും ഉണ്ടാകുന്ന സുഖം തന്നെ ആഹ്ലാദം. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവമാണ് തൃപ്തി. ആഗ്രഹം, തൃപ്തി, ആഹ്ലാദം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ശ്രീ മഹാകാമേശ്വരന് ആഗ്രഹിക്കാനായിട്ട്
ഒന്നും തന്നെയില്ല. ആഗ്രഹം സാധിക്കലേ ഇല്ല. അതുകൊണ്ട് തൃപ്തിയും ആഹ്ലാദവും ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും നേടിയ കാമേശ്വരൻ എന്നും തൃപ്തനായി കഴിയുന്നവനാണ്. അതുകൊണ്ട് നിത്യവും നിരതിശയവുമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നവനാണ്. കാമേശ്വരൻ്റെ ഈ അതിശയകരമായിട്ടുള്ള ആനന്ദം രൂപം കൊണ്ടതാണ് ലളിതാംബിക പരമേശ്വരി എന്ന് പറയാം. ഒന്നും നേടാനില്ലാത്ത സ്വയം പൂർണ്ണരായിട്ടുള്ള ശിവനും ശിവയും തപസ് ചെയ്ത് തപസ്സിദ്ധി കൊണ്ട് പരസ്പരം നേടിയെന്ന് മുമ്പ് ഒരു നാമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയെ നേടിയപ്പോഴാണ് ഭഗവാൻ പൂർണ്ണമായിട്ടും തൃപ്തനായത്. അപ്പോൾ മാത്രമാണ് ഭഗവാൻ ആഹ്ലാദമൂർത്തിയായി മാറിയത്. അതുകൊണ്ട് ദേവിയെ ദേവൻ്റെ ആഹ്ലാദകരിയായിട്ട് ഇവിടെ വാഴ്ത്തിയിരിക്കുന്നു. ആത്മനിയന്ത്രണം നേടിയ യോഗിയെ കാമേശ്വരൻ എന്ന് പറയാം. അങ്ങനെയുള്ള മഹായോഗികൾക്ക് യോഗാനന്ദം നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥം വരുന്നു. കാമങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഭക്തരായിട്ടുള്ള ഉപാസകർക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്ന കരുണാമയി കൂടിയാണ് സർവജനനിയായിട്ടുള്ള ജഗദംബിക പരമേശ്വരി. ആഗ്രഹങ്ങൾ ഉണ്ടാകാതെ നിയന്ത്രിക്കുന്നത് പോലെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതും കാമേശ്വരത്വം തന്നെയാണ്. തൻ്റെ ഭക്തരെ രണ്ടർത്ഥത്തിലും ആഹ്ലാദിപ്പിക്കുന്നവളാണ് അമ്മ. ഓം കാമേശ്വരാഹ്ലാദകര്യൈ നമഃ. അടുത്ത നാമമന്ത്രം കാമേശ്വര മഹേശ്വരി എന്നതാണ്. കാമേശ്വരനും മഹേശ്വരിയായിട്ടുള്ളവൾ കാമേശ്വരനെ മഹേശ്വരനാക്കുന്ന വിഭൂതികൾ അമ്മ നൽകിയവയാണ്. ബ്രഹ്മാവിന് ബ്രഹ്മചൈതന്യവും വിഷ്ണുദേവന് വിഷ്ണുത്വവും ശിവന് ശിവത്വവും നൽകുന്ന പരാശക്തിയാണ് ലളിതാംബിക പരമേശ്വരി. ശിവാഗമങ്ങളിൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും കാരണഭൂതനായി കാമേശ്വരനെ വിവരിക്കാറുണ്ട്. കാമേശ്വരൻ്റെ മഹതിയായിട്ടുള്ള ഈശ്വരിയായിട്ട് അമ്മയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഓം കാമേശ്വര മഹേശ്വരിയൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് കാമേശ്വരി എന്നത്. കാമേശ്വരൻ്റെ പത്നി, കാമദേവന് ഈശ്വരിയായിട്ടുള്ളവൾ എന്നും ഹരൻ്റെ നേത്രാഗ്നിയിൽ എരിഞ്ഞുപോയ കാമദേവന് അമ്മ പുനർജന്മം കൊടുത്ത കഥ ലളിതോപാഖ്യാനത്തിലുണ്ട്. വൈധവ്യ ദുഃഖം കൊണ്ട് പരവശയായിട്ടുള്ള രതീദേവിയെ കണ്ട് മനസ്സലിഞ്ഞ അമ്മ തൻ്റെ പ്രിയതമനായിട്ടുള്ള കാമേശ്വരനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്നും പൂർവാധികം കാന്തിയോടും വർദ്ധിച്ച മതത്തോടും പുഞ്ചിരി കുഴിക്കുന്ന മുഖാരവിന്ദത്തോടും കൂടി കാമദേവൻ ജനിക്കുന്നു. ഈ കഥാസന്ദർഭത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് നോക്കാം. കാമദേവനെ ജീവാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. പരമാത്മാവ് തന്നെയാണ് ദേഹത്തിനുള്ളിൽ ജീവാത്മാവായി ദേഹിയായിട്ട് ആത്മാവായിട്ട് വർത്തിക്കുന്നത്. കർമ്മവാസനകൾ കൊണ്ടും അജ്ഞാനം കൊണ്ടും ദഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാവിന് അമ്മയുടെ കടാക്ഷം പുനർജന്മം കൊടുക്കുന്നു. അമ്മയെ ഉപാസിക്കുന്ന ജീവാത്മാവിന് പൂർവാധികം കാന്തിമത്തായ രൂപം കൈവരികയും ചെയ്യും. അജ്ഞാനം നീങ്ങി അറിവിൻ്റെ സ്വരൂപിയായിട്ട് പരമാത്മാവുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു. ആത്യന്തികമായ മോക്ഷത്തിലേക്ക് കാമനെ അതായത് ജീവാത്മാവിനെ നയിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കാമേശ്വരി എന്ന് നാമം വരുന്നു. കാതിവിദ്യ കൊണ്ട് അമ്മയെ ആരാധിക്കുന്ന സമ്പ്രദായത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളാണ് കാമദേവൻ. കാതിവിദ്യാസ്വരൂപിണിയായ അമ്മ ഈ അർത്ഥത്തിലും കാമേശ്വരിയാകുന്നു. കാതിവിദ്യ എന്ന് പറഞ്ഞാൽ ക എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പഞ്ചദശാക്ഷരി മന്ത്ര ഉപാസനയാണ് കാതിവിദ്യ. കാമങ്ങൾക്ക് ഈശ്വരിയായതുകൊണ്ട് അമ്മയ്ക്ക് കാമേശ്വരി എന്ന് പേര് വരുന്നു. പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ലളിതാംബികയ്ക്ക് കാമിക്കപ്പെടാവുന്നതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അമ്മ കാമേശ്വരിയാണ്. പാർവതീ രൂപം കൈക്കൊണ്ട അമ്മ ചെയ്ത തപസ് പ്രസിദ്ധമാണ്. ആഹാരം ക്രമമായിട്ട് ഉപേക്ഷിച്ചു. ഒടുവിൽ വല്ലപ്പോഴും ഒരു ഇല മാത്രം ഭക്ഷിക്കുന്ന രീതി സ്വീകരിച്ചു. ഒടുവിൽ അതും വേണ്ടെന്ന് വച്ച് അപർണ എന്ന നാമത്തിൽ പ്രസിദ്ധയായി. കാമക്രോധാദികളായിട്ടുള്ള മനോവൃത്തികൾക്ക് ചോദന നൽകുന്ന ഇന്ദ്രിയ വ്യാപാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതുകൊണ്ടും അമ്മ കാമേശ്വരിയായി. ഓം കാമേശ്വര്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് കാമകോടി നിലയ എന്നത്. കാമകോടി നിലയനമാക്കിയവൾ എന്നാണ് അർത്ഥം. കാഞ്ചീപുരത്തുള്ള കാമകോടി പീഠത്തിൻ്റെ അധിഷ്ഠാന ദേവത. കാമകോടി എന്ന പ്രയോഗം ശ്രീചക്രത്തെയും സൂചിപ്പിക്കാറുണ്ട്. ശ്രീചക്ര രാജനിലയാണ് അമ്മ. ശ്രീചക്രത്തിൻ്റെ
ബിന്ദുരൂപമായിട്ടുള്ള സർവാനന്ദമയ ചക്രത്തിന് കാമകല എന്ന് പേരുണ്ട്. കാമകോടി ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനമാണ്. ആ സ്ഥാനം നിലയനമായിട്ടുള്ളവൾ എന്നും അർത്ഥം. ഓം കാമകോടി നിലയായൈ നമഃ. കാംക്ഷിതാർത്ഥത എന്നാണ് അടുത്ത നാമം. ഭക്തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നവൾ. ജ്ഞാനികളായിട്ടുള്ള ഉപാസകർക്ക് പോലും പലപ്പോഴും ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകണമെന്നില്ല. മോക്ഷപ്രാപ്തി പരമലക്ഷ്യമായിട്ട് മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും നിസാരമായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപാസിക്കുന്ന ദേവതയോട് അഭ്യർത്ഥിച്ചു പോവുക സ്വാഭാവികമാണ്. തീവ്രമായിട്ടുള്ള തപശ്ചര്യയുടെ പശ്ചാത്തലത്തിൽ സമർപ്പിക്കപ്പെടുന്ന അഭ്യർത്ഥനകൾ ഉപാസ്യ ദേവത അംഗീകരിച്ചു എന്നും വരും. അത്തരം വരങ്ങൾ പിൽക്കാലത്ത് ലോകത്തിന് തന്നെ വളരെയേറെ ഉപദ്രവം ഉണ്ടാക്കുകയും അതിന് പരിഹാരമായിട്ട് അവതാരങ്ങൾ തന്നെ വേണ്ടിവരികയും ചെയ്യും എന്നതിന് പുരാണങ്ങളിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ അമ്മയുടെ ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഈ അബദ്ധമൊന്നും ഇണയാറില്ല. കാരണം ദേവി അമ്മയാണല്ലോ. കുട്ടി ശാഠ്യം പിടിച്ച് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടാലും കുട്ടിക്ക് അപകടമുണ്ടാക്കുന്ന ആഹാരമോ കളിപ്പാട്ടമോ ഒന്നും അമ്മ കൊടുക്കില്ല. അമ്മയുടെ ഉപാസകൻ അല്ലെങ്കിൽ ഭക്തൻ തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തനിക്ക് ആവശ്യമില്ലാത്തതോ അർഹതയില്ലാത്തതോ ആയ കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അവന് അനർത്ഥം ഉണ്ടാക്കും എന്ന് കരുതി അത്തരം വരങ്ങളൊന്നും അമ്മ കൊടുക്കില്ല. മറിച്ച് അർഹിക്കാൻ തക്ക കാര്യങ്ങൾ മാത്രമാണ് അമ്മ നൽകുക. തൻ്റെ സന്താനങ്ങൾക്ക് ഭൗതികമായ ഐശ്വര്യങ്ങളിൽ മോഹമുണ്ടായാൽ അമ്മ അവയെ പൂർണ്ണമായും നിഷേധിക്കാറില്ല എന്ന് അർത്ഥം. ഓം കാംക്ഷിതാർത്ഥദായൈ നമഃ. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 13-ാം അക്ഷരമായിട്ടുള്ള കായിൽ ആരംഭിക്കുന്ന 20 നാമങ്ങൾ ആണ് ഇവിടെ പറഞ്ഞത്. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 13-ാമത്തെ അക്ഷരമായ ക എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 20 നാമമന്ത്രങ്ങളാണ് അർത്ഥസഹിതം ഇവിടെ അവതരിപ്പിച്ചത്. 14-ാമത്തെ അക്ഷരമാണ് ല. ല എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 20 നാമമന്ത്രങ്ങൾ മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കുന്നതാണ്. മുൻപ് അവതരിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങൾ പോലെ തന്നെ ഈ മന്ത്രങ്ങൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നൽകുന്ന കൽപ്പതരു പോലെ അതിവിശിഷ്ടങ്ങളായ മന്ത്രങ്ങളാണ്. ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി എപ്പോഴും തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന അനുഭവം എപ്പോഴും ഉണ്ടാക്കുന്ന ദിവ്യമായിട്ടുള്ള മന്ത്രധാരയാണ് ഇത്. ശാശ്വത സത്യമായിട്ടുള്ള ശിവശക്തിയുടെ എല്ലാ സൗന്ദര്യവും ഈ മന്ത്രധാരയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.